നിങ്ങളൊപ്പം പൊന്നിയൂർമ സൈനിധ്യം ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയാണ്. നമ്മൾ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഷെയർ മാർക്കറ്റ് പൊതുവെ വളരെ ഫ്ലക്ച്വേഷൻ കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഓരോ നമ്മൾ പ്രതീക്ഷിച്ച് വാങ്ങിക്കുന്ന ഓരോ ഷെയറുകളും അഥവാ സ്റ്റോക്കുകൾ വലിയ തോതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിലാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു വളർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അതൊരു ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രേഡിങ്ങിന് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ഓപ്ഷനോ അതല്ലെങ്കിൽ സ്റ്റോക്കോ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ വലിയ തോതിലുള്ള ഫ്ലക്ച്വേഷൻ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയണ നമുക്ക് അധിക നികുതി ചുമത്തും, അതുപോലെ എന്തെങ്കിലും വാർ, ഇതൊക്കെ വരുമ്പോൾ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടാവും. ഇതൊന്നും വേണ്ടാതെ വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് ട്രേഡ് ചെയ്യാവുന്ന മെത്തേഡുകൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വളരെ സജീവമായിട്ട് മാർക്കറ്റിൽ ആളുകൾ അതിനകത്തുണ്ട്. പക്ഷെ പലരും അതിനകത്ത് ഇല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ഗോൾഡിൽ അതുപോലെ തന്നെ സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആളുകൾക്ക് വലിയ ധാരണയില്ല പലരും. പക്ഷെ അത് വളരെ നല്ല ഒരു മെത്തേഡാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെതായ ആ ഒരു ട്രേഡിനുള്ള വോളാറ്റിലിറ്റി അതല്ലെങ്കിൽ ആ ഒരു ഫ്ലക്ച്വേഷനുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട്, സ്റ്റോക്കാണെങ്കിൽ താഴോട്ട് നല്ല വരും, മുകളിലേക്കും അതേപോലെ പോകും, അതേപോലുള്ള ഒരു സ്ഥിതിവിശേഷമില്ല. പക്ഷെ ഏറെക്കുറെയായിട്ട് ഈ സമീപകാലത്തെ ഒരു നമ്മൾ 1-2 വർഷം 2-3 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ ഗോൾഡ്, സോവറിൻ ബോണ്ട് അതുപോലെ പലതും ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഈ HDFC ആണെങ്കിലും അവരുടെ ഗോൾഡ് ETF ഉണ്ട്, അതുപോലെ തന്നെ ICICI മറ്റ് പല ഗോൾഡ് ETFകളുണ്ട്. ഈ ഗോൾഡ് ETFകൾ ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ ETFകളുണ്ട്. ICICIയുടെ സിൽവർ ETF ഉണ്ട്. ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കത് ചാർട്ടിലേക്ക് പോയിട്ട് പരിശോധിക്കാം. അത് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഒരു ഡെയിലി ബേസിൽ തന്നെ ചിലപ്പോൾ 2%, 1%, 1.5% ഒക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഫ്ലക്ച്വേഷനാണ്. അത് മിക്കവാറും ഒരാഴ്ച വരെ കുറഞ്ഞ തോതിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഉണ്ടാവും. ഇതിലുള്ള ഉയർച്ച താഴ്ചകൾ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി നിങ്ങൾ കുറേശ്ശെ വാങ്ങി അക്യുമുലേറ്റ് ചെയ്ത് നല്ല ഒരു നിലവാരത്തിലെത്തുമ്പോൾ ട്രേഡ് ചെയ്യണം, വിൽക്കണമെങ്കിൽ നല്ല ലാഭം ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ചാർട്ടുകളിൽ പോയിട്ട് പരിശോധിക്കാൻ എന്തൊക്കെയാണ് എന്താണ് ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് ഈവൻ ഫുൾ ടൈം ആയിട്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. മറ്റ് സ്റ്റോക്കുകളെ പോലെ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ചാർട്ടുകളിലേക്ക് നോക്കാം. ഇതിൽ നോക്കാം. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ETF ആണ്. നിഫ്റ്റിയുടെ ETF അത് വളർച്ച, നിഫ്റ്റി ഇത് തമ്മിൽ ബന്ധമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ ഗോൾഡ് താഴോട്ട് വരും. നിഫ്റ്റി താഴോട്ട് വരുമ്പോൾ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും ഗോൾഡ് കൂടും. അതിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ നമ്മളിത് പറഞ്ഞു. അതുകൂടാതെ നമുക്ക് ഇനി HDFCയുടെ ഗോൾഡിൻ്റെ നമുക്ക് പറയാം. HDFC ഗോൾഡാണെന്നുള്ളത് വെച്ചെങ്കിൽ ഇതുപോലെ കുറേ മാറ്റങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെറിയ ഫ്ലക്ച്വേഷൻ ഒരു ദിവസം തന്നെ പല തവണയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഇതിപ്പോൾ 1 ഡേ ക്യാൻഡിലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് 1 ഡേ മാറ്റിയിട്ട് നമുക്ക് ഒരു 4 ഹവേഴ്സിൻ്റെ ക്യാൻഡിലേക്ക് മാറാം. 4 ഹവേഴ്സിൽ ഇപ്പോൾ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസ് നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ദിവസം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അത് ഒരു ദിവസം മാത്രം നോക്കാതെ മറ്റ് പലപ്പോഴായിട്ട് മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഈ കൂടുമ്പോൾ ഇത് കൂടുതലായിട്ട് വരുമ്പോൾ ഒരു നിശ്ചിത ലാഭം കിട്ടുമ്പോൾ വിൽക്കുക, അതുപോലെ തന്നെ കുറഞ്ഞ് വരുമ്പോൾ അത് നമ്മൾ വാങ്ങിക്കുക, പലതവണയായിട്ട് വാങ്ങിക്കണം. ചെറിയ പോർഷനായിട്ട് വാങ്ങിച്ച് വിൽക്കുമ്പോൾ ഒന്നിച്ച് വിൽക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ സൃഷ്ടിച്ചതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം. ഈ ഒരു 96.96 എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. ആ ഒരു എമൗണ്ട് നമുക്ക് കാണാം. അത് ഒരു ഗ്രാം ഗോൾഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുക അതിൻ്റെ പോർഷനായിട്ടാണ് ഈ AMCക്കാർ ചെയ്യുന്നത്. അത് സെബിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ എമൗണ്ടിൽ വെച്ചിട്ടുള്ളത്. അത് വീണ്ടും ആ ഒരൊറ്റ ക്യാൻഡിൽ നമുക്ക് കാണാം. അതിൻ്റെ താഴ്ച വന്നിട്ട് വീണ്ടും എത്ര വന്നിട്ടുണ്ട്, ഈ 4 മണിക്കൂർ കൊണ്ടാണ് അത് 93ലേക്ക് വന്നു, 93.50ലേക്ക് വന്നു. അത് 93 നിന്ന് പിന്നെ 96ലേക്ക് കയറി. അങ്ങനെ മാറ്റങ്ങൾ വരും. ഈ ചെറിയ മാറ്റം ഇപ്പോൾ 2%
വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല, 2%, 1.5%, ചിലപ്പോൾ 1%, ഈ രീതിയിലൊക്കെ നമുക്കത് അങ്ങനെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കുറയുന്നതിനനുസരിച്ച് ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ 2-3 തവണ കുറഞ്ഞ പോർഷനായിട്ട് വാങ്ങിക്കാം. പിന്നെ നമുക്കിതിൽ ജി ടി ടി ഇട്ട് വയ്ക്കാം, സീറോതലാണ് ജി ടി ടി ഇട്ട് വയ്ക്കാം. അങ്ങനെ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒരു ദിവസത്തെ കുറഞ്ഞ റേറ്റ് ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിൽ വാങ്ങിക്കാം. ഇങ്ങനെ പല തവണ ആയിട്ട് വാങ്ങിക്കുമ്പോഴാണ് നമുക്കതിൽ ഒന്നിച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ട് കൂടിയ റേഞ്ചിലെത്തുമ്പോൾ വിൽക്കാൻ പറ്റുന്നത്. അതാണ് ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത. ഗോൾഡാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നിക്ഷേപിക്കാം. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മറ്റ് ഷെയറുകൾ നമുക്ക് ഇതിനോടൊപ്പം ക്ലബ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ മെസഗോൺ ഡോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഷിപ്പ് നിർമ്മിക്കുന്ന കമ്പനിയുണ്ട്, നമുക്കറിയാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ല കമ്പനികളാണ്. അത് ഏത് സ്റ്റോക്കാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നത് വെച്ചാൽ ഒരു 4%, 4.5% വരുമ്പോൾ നമ്മളത് വിറ്റ് നഷ്ടത്തിലേക്ക് വിറ്റ് ഒഴിവാക്കണം. അതുപോലെ തന്നെ ലാഭം കിട്ടുമ്പോൾ 5%, 6% ലാഭം കിട്ടുമ്പോൾ സ്റ്റോക്ക് നമ്മൾ വിൽക്കണം. ഒരുപാട് വെച്ചിരുന്നാൽ പിന്നെ അത് ആ ഒരു റേഞ്ചിൽ നിന്ന് ആൾക്കാർ സെല്ല് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആ ലാഭം വന്നത് നമുക്ക് കിട്ടില്ല. ഗോൾഡിലും സിൽവറിലൊക്കെ അങ്ങനെ തന്നെ ഒരു നിശ്ചിത ലാഭത്തിലെത്തുമ്പോൾ നമുക്ക് വിൽക്കണം. കാരണം വിറ്റും ആൾക്കാർ പിന്നെ വിൽക്കാൻ തുടങ്ങുമ്പോൾ അത് താഴോട്ട് വരും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ വാങ്ങിക്കണം. ഇതാണ് ചെയ്യാനുള്ളത്. ഗോൾഡ് പിന്നെ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക സെല്ല് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സേഫ് ആവണമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. ഗോൾഡാണെങ്കിലും സിൽവറാണെങ്കിലും നമ്മൾ സിൽവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് നോക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സാധാരണക്കാർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെ പറ്റി പറഞ്ഞത്. സിൽവറിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഫ്ലക്ച്വേഷനെ കുറിച്ചിട്ടും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ച് കൺസോളിഡേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇതിങ്ങനെ ഈ ഒരു റേഞ്ചിലാണ് ഇതിങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് പോകുന്നത്. അവിടെ നമുക്ക് കാണാം ഒരു റേഞ്ച്. അതിൻ്റെ കൂടിയ റേഞ്ച് എന്ന് പറയുമ്പോൾ കൂടിയ റേഞ്ച് 126-66 സിൽവറിൻ്റെ ആണ്. സിൽവറിൻ്റെ ഒരു പോർഷൻ റേറ്റാണ് 126-66 അന്നത്തെ ആ ഡേറ്റിൻ്റെ ഒരു റേഞ്ചാണത്. അപ്പോൾ നമ്മളിത് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2025 13 ചെയ്യുന്നത്, സെപ്റ്റംബർ 13. അപ്പോൾ ഇങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോൾ ഇതിൽ കൂടിയും വരുന്ന ഓരോ അവസ്ഥയിലും നമ്മൾ ഇത് വാങ്ങിക്കണം. കുറഞ്ഞു വരുന്ന സമയത്ത് കുറേശ്ശെ അക്യുമുലേറ്റ് ചെയ്യണം. അതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഈ റേഞ്ച് ഇവിടെ ഒരൊറ്റ ക്യാൻഡിൽ മാത്രമേ 4 മണിക്കൂറിൻ്റെ ഒരു ക്യാൻഡിൽ മാത്രം സൃഷ്ടിച്ചുള്ള ചേഞ്ചസാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ചേഞ്ചസ് ഈ ഒരു ദിവസം പലതവണ നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടുമ്പോൾ വിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക, പിന്നെ കുറയുന്ന സമയത്ത് മേടിക്കാം. പിന്നെ 127 അന്നേ ദിവസം തന്നെ വന്നിട്ട് എത്ര താഴോട്ട് വന്നിട്ടുണ്ട്? ഒറ്റ ഒരു ക്യാൻഡിൽ 123 വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ 2%, 1% ഒക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്. സിൽവർ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഫ്ലക്ച്വേഷൻ കൂടിയാലും ഈ മെറ്റലൊന്നും അധികം താഴെ പോവില്ല. പിന്നെ അധികം താഴെ പോകുന്നൊരു മെറ്റലാണ്, അത് അധികം ട്രേഡ് നടക്കുന്നില്ല. അത് ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ വന്നിട്ടില്ല. വിദേശ മാർക്കറ്റിലൊക്കെ ഉണ്ട് ഈ പ്ലാറ്റിനം ആണെങ്കിൽ പക്ഷേ ഇത്തിരി ഫ്ലക്ച്വേഷൻ കൂടും. പ്ലാറ്റിനം നല്ലൊരു സേഫായിട്ടുള്ള ഒരു നിക്ഷേപം തന്നെയാണ്. പക്ഷേ ഈ നിക്ഷേപത്തിലുപരി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോൾഡും 2-4 വർഷമായിട്ട് ഗോൾഡും അതുപോലെ തന്നെ സിൽവറൊക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ മാറ്റം ഫിസിക്കൽ ഗോൾഡിനും അതിനുള്ള മാറ്റങ്ങളുണ്ടാകും. ഫിസിക്കൽ ഗോൾഡ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതും പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ വന്ന് ചോദിക്കാം. സ്റ്റേ ഇൻവെസ്റ്റഡ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ട്രേഡ് ചെയ്താൽ അതിലൂടെ ഒരു അപ്രീസിയേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ETF റെക്കമെൻഡേഷനോ എന്നല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോൾഡിൻ്റെ സിൽവറിൻ്റെയൊക്കെ ETF നമുക്ക് തീർച്ചയായിട്ടും അപ്രീസിയേഷൻ ഉണ്ടാവും. സാധാരണ അധികം പൈസ മുടക്കാൻ ഇല്ലാത്ത ആളുകൾക്കും വലിയ ബിസിനസ് ചെയ്യാനൊന്നും അതിന് മുന്നോട്ട് പോകാൻ തയ്യാറില്ലാത്തവരും അല്ലെങ്കിൽ കാശ് മുടക്കാനും തയ്യാറില്ലാത്തവരും അതല്ലെങ്കിൽ മറ്റ് ജോലികളുടെ ഇടയിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് വളരെ സേഫാണ്. വളരെ മറ്റ് മാർക്കറ്റിൽ ഇപ്പോൾ US മാർക്കറ്റാണെങ്കിലും ഒക്കെ തകരുമ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് സേഫായിട്ട് പോകുന്നതിൻ്റെ വിദഗ്ധന്മാർ അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി SIP ഇട്ടും ഗോൾഡിൽ ചെയ്യാം. SIP അല്ലെങ്കിൽ നമുക്കത് കുറയുന്നതിനനുസരിച്ചിട്ട് വാങ്ങിക്കാം. അതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് തോന്നുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർക്കുളം സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൂട്ടുന്നവരെ നന്ദി, നമസ്കാരം.